ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മനെ ടാക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു 50,000 രൂപ വരുമാനം കിട്ടുന്നൊരു ഫാമിലിക്ക് നിങ്ങൾ എങ്ങനെ വേണം ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് മക്കളൊക്കെ ഉള്ള ഒരു സ്മോൾ ഫാമിലി എങ്ങനെയൊക്കെയാണ് ഒരു 50,000 രൂപ നിങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ഹസ്ബൻഡും വൈഫും സാലറിയിലാണ്, നിങ്ങളുടെ ടോട്ടൽ വരുമാനം 50,000 ആകാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വരുമാനം മാത്രം 50,000 ആകാം, അല്ലെങ്കിൽ വൈഫിന് 50,000. സോ എങ്ങനെയെങ്കിലും ആകാം. സോ 50,000 രൂപ വരുമാനമുള്ളൊരു ഫാമിലി എങ്ങനെയാണ് ഏറ്റവും മികച്ചതായിട്ട് ഒരു ബഡ്ജറ്റിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വീഡിയോ ആണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളെടുത്ത വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റിനി ജോർജാണ്. താങ്ക് യു സോ മച്ച് റിനി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ അധികം ചെയ്തിരിക്കുന്നത് മണി സേവിങ് വീഡിയോസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സേവിങ്സൊക്കെ ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾറൈറ്റ്, കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നമ്മളെ ആ ഒരു സേവിങ് ചാർട്ടൊക്കെ നിങ്ങളെ കാണിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 50,000 സാലറി വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ഒരു 20K എങ്കിലും, ഒരു 20,000 രൂപയെങ്കിലും നിങ്ങളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കണം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലോട്ടൊക്കെ ഞാൻ പറയാറില്ല, നമുക്കൊരു എമർജൻസി ആയിട്ടൊരു ഫണ്ടോ അത്യാവശ്യം ഒരു സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ചിലവുകൾ ഇപ്പം 50,000 സാലറി വാങ്ങിയിട്ട് ഒരു 45,000 ഒക്കെ നമ്മൾക്ക് ചിലവുകളുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ കുറച്ചുകൊണ്ട് വരിക, എന്നിട്ട് നമ്മൾ സേവിങ്സിനെ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്കൊരു 50,000 ഒക്കെ നമുക്കൊരു വരുമാനം വരണമെങ്കിൽ നിങ്ങൾ മേ ബി ഒരു 30 to 35 ഇയേഴ്സ് ഓഫ് ഏജിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കരിയറിൻ്റെ ബിഗിനിങ്ങിലൊന്നും നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റഡ് സാലറി ഒന്നും കിട്ടത്തില്ല. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫാമിലി ഒക്കെ ആയിട്ടുണ്ടായിരിക്കും, മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ടുള്ള സമയമായിരിക്കും. സോ അവരുടെ സ്കൂളിങ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈ ഒരു സമയം നിങ്ങളെക്കൊണ്ട് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അധികം അങ്ങനെ എക്സ്പെൻസസ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. അതേസമയം അവർ ഉയർന്ന ഓരോ ഗ്രേഡ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സേവിങ്സ് അത്ര കറക്റ്റായിട്ട് പോകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സോ ദാറ്റ് ടൈം 30 to 35 ഇയേഴ്സിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സേവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ 50K നമ്മുടെ ഫാമിലിയിലോട്ട് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 20K മിനിമം നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതൊരു ബിഗ്ഗർ എമൗണ്ട് ആയിട്ട് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. ഞാനൊരു 10 lakh റുപ്പീസൊക്കെ സേവ് ചെയ്യുന്ന എങ്ങനെ സേവ് ചെയ്യാമെന്നൊക്കെ ഉള്ള വീഡിയോസ് അന്നത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു RD കാൽക്കുലേറ്റർ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു 10 lakh റുപ്പീസൊക്കെ സേവ് ചെയ്യണമെങ്കിൽ ഒരു 5 ഇയേഴ്സിലോട്ടൊക്കെ നമ്മൾ എത്ര രൂപയാണ് സേവ് ചെയ്യേണ്ടതെന്ന്, അതായത് ഒരു 17,000 രൂപയൊക്കെ നിങ്ങളെ കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു RDയിലൊക്കെ ഇടുവാണെങ്കിൽ RDയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 5 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്, എനിക്ക് തോന്നുന്നു 12 ലക്ഷം രൂപയോളം കിട്ടും കേട്ടോ. അപ്പം അത് 17,000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ ഏൺ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഒരു 5 വർഷം നിങ്ങളെക്കൊണ്ട് കണ്ടിന്യൂസ്ലി അത്ര എമൗണ്ടൊക്കെ റേസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു RD തുടങ്ങിയാൽ പോലും നിങ്ങളെക്കൊണ്ട് അത് അത്രയും ഒരു വലിയ എമൗണ്ടാക്കി മാറ്റാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ. ഒരു 17,000 വെച്ചിട്ട് 5 വർഷത്തേക്ക് മിനിമം ഒരു RDയിലെങ്കിലും. അപ്പം ഇതൊരു കാര്യമാണ്. അപ്പം നമ്മളെക്കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 5 വർഷമാണ് ഇനി എൻ്റെ മുന്നിലുള്ളതെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ബാങ്ക് ബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു 5 വർഷം നിങ്ങളെക്കൊണ്ട് ഹെൽപ്ഫുള്ളാകും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഏജ് കാറ്റഗറി, ഇപ്പം നമ്മുടെ കുട്ടികൾ വളരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിത ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കും. വരുമാനത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടായാലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഫീസ് ഇനത്തിലും അല്ലെങ്കിൽ അവരുടെ മറ്റ് ചിലവുകളും നമ്മുടെ ടോട്ടൽ ഫാമിലിയുടെ എക്സ്പെൻസസിലൊക്കെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെക്കൊണ്ട് കുറച്ചുകൂടി ഏൺ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ബഡ്ജറ്റിങ്ങിനകത്ത് നമ്മൾ കാണിക്കുന്നത്
ഒരു 30,000 രൂപ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഒരു ചെറിയ ഫാമിലിക്കകത്തെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനകത്തിപ്പം ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ചിലവുകളൊക്കെ തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. അപ്പം അതിനനുസൃതമായിട്ട് വേണം നമ്മൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു മോഡൽ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഏതൊരു സാധാരണക്കാരനായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറുതായിട്ട് EMIs കാണും, അല്ലെങ്കിൽ ഹോം ലോൺ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെൻറ്റിന് താമസിക്കുകയാണെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അതുപോലെ മറ്റനുബന്ധ പലതരം ചിലവുകളുണ്ടായിരിക്കും. ആ ചിലവുകളെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വരുമാനത്തിൻ്റെ പകുതിയോളം മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. ബാക്കി നമ്മുടെ പൈസ നമുക്ക് സേവിങ്സ് ആക്കി കൊണ്ടുപോകുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് നമ്മുടെ ലൈഫിനെ ഒരു കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നീടൊരു സമയത്ത് ഈ ഒരു 5 ഇയേഴ്സിലോട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു സേവിങ്സ് കൊണ്ടുപോയെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. എനിക്കിപ്പോൾ ഒരു 10 lakh ഒക്കെ സേവിങ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ. സോ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു 50,000 കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു 30,000 രൂപ ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, 20,000 സേവിങ്സ് ചെയ്യുക. സേവ് ചെയ്യുന്ന പൈസ നമ്മൾ പല രീതിയിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആ 30,000 എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ കാണിക്കുന്നത് റെൻ്റാണ് കേട്ടോ. അപ്പം ഒരു 8,000 റുപ്പീസിനകത്തൊക്കെ വരുന്നൊരു വീടായിരിക്കണം. നിങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിന് മുകളിലോട്ട് പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം 8Kക്കകത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വീടൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർ ലോണോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോണോ എന്തെങ്കിലുമൊക്കെ ഒരു EMI മിനിമം കാണും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8,000 റുപ്പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. EMI ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ തുകയും, അതുപോലെ റെൻറ്റില്ല ഓൺ ഹൗസ് ആണെങ്കിൽ അതിന് ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 16,000 രൂപ നിങ്ങൾക്ക് സേവിങ്സ് ആക്കി മാറ്റാം. സോ നമുക്കിനി ബാക്കിയുള്ള ചിലവുകളൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ റെൻറ്റിന് വേണ്ടിയിട്ട് 8,000, അതുപോലെ EMIക്ക് 8,000. നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ ഗ്രോസറീസ് വരുമ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് 3,000 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഗ്രോസറീസും ഒരുമിച്ച് പോയി വാങ്ങുക. 3,000 രൂപയ്ക്കകത്ത് ഒരു ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രോസറീസ് വാങ്ങിക്കുക. അടുത്തതായിട്ടുള്ളത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിക്കാം, വീക്ക്ലി വാങ്ങിക്കാം. ടാർഗറ്റ് ചെയ്യേണ്ടത് 500 രൂപയാണ്. ഒരാഴ്ചയിൽ നമുക്ക് 100 രൂപയുടെ ഫ്രൂട്ട്സ് വാങ്ങിക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർമെലൻ, അല്ലെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് പഴം കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഫ്രൂട്ട്സിന് 500 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് 500 രൂപ. ഒരാഴ്ചയിൽ നമുക്ക് ഓരോ കിറ്റ് പച്ചക്കറി വാങ്ങിക്കാം. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മീറ്റ് അല്ലെങ്കിൽ ഫിഷ് അത് നമുക്കൊരു മാസത്തേക്ക് 1,500 രൂപയാണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അടുത്തത് ഗ്യാസ് ഒരു സിലിണ്ടർ വാങ്ങിക്കുകയാണെങ്കിൽ 1,000 റുപ്പീസ്. അതുപോലെ കറണ്ട് ബില്ല് 500 എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 മാസത്തിലൊരിക്കലല്ലേ വരുന്നത്. അപ്പോൾ 1000 വരുവാണെങ്കിൽ ഒരു മാസം 500 രൂപ. അങ്ങനെ വാട്ടർ ബില്ലും അതുപോലെ 100 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാലിന് വേണ്ടിയിട്ട് 800 രൂപ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കവർ പാലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് 1-2 തവണയൊക്കെ പോകണമെങ്കിൽ ഒരു 1,000 റുപ്പീസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് സ്നാക്സ്, കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ്ലി നമ്മളൊരു 400 റുപ്പീസിനകത്ത് തന്നെ സ്നാക്സ് ഐറ്റത്തിനകത്ത് നിർത്തുക. അടുത്തതായിട്ട് ഫോൺ ബില്ല്, ഹസ്ബൻഡിനും വൈഫിനും ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു 200 പ്ലാൻ ചാർജ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു 400 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. പിന്നുള്ളത് TV റീചാർജാണ്. അതിന് 300 രൂപയാണ് എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് ലാസ്റ്റത്തെ വന്ന കാറ്റഗറി ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3,000 റുപ്പീസെങ്കിലും മിനിമം ആകുമെന്ന് തോന്നുന്നു. അങ്ങനെ ടോട്ടൽ കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും ഇത്രയും എക്സ്പെൻസസ് നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 29,000 റുപ്പീസിനകത്ത് വരും. ഒരു 1,000 റുപ്പീസ് നമ്മുടെ കൈക്കകത്ത് ഇരിക്കട്ടെ അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ബാക്കി 20K എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. സേവ് ചെയ്യുന്ന പൈസ കയ്യിൽ വെക്കാണ്ട് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ഫീസിനകത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു വർഷം എത്രയാണ് നമുക്ക് ഫീസ് കൊടുക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു തുക നമുക്ക് ×12 നോക്കിയിട്ട് നമുക്കൊരു RD ചേരാം. അപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട തുക നമുക്ക് ഒരു RD ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ 5,000 വെച്ച് കൂടുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 60,000
ലക്ഷത്തിന് മുകളിലോട്ട് ആർ ഡിയിൽ നിന്ന് ആ പൈസ ഒരു വർഷം എക്സ്പയർ ആകുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ തുക നമുക്ക് കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബാക്കി ഈ പറഞ്ഞ പോലെ 15,000 രൂപ കാണും. അതിൽ നിങ്ങൾക്ക് 5 വർഷം കൊണ്ടൊരു വലിയ എമൗണ്ട് ആക്കണമെങ്കിൽ അത് നമുക്ക് ആർ ഡി ചേരാം. അല്ലെങ്കിൽ നമുക്കൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ക്യാഷ് കയ്യിൽ വെക്കാണ്ട് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ.